ബിഗ് ബോസ് മലയാളം സീസൺ 7 രാവിലെ ലൈവില് കണ്ട ഒരു സംഭവമാണ് പറയാനായിട്ട് പോകുന്നത്. നീ എനിക്ക് തരുന്ന സ്നേഹം എനിക്ക് പറയാൻ പറ്റുള്ളൂ അനീഷെ. ഇല്ല ഷാനവാസെ, എല്ലാവരോടും എനിക്ക് ഒരേപോലെയാണ് സ്നേഹം. നീ ഉള്ളിൽ വളരെ മോശപ്പെട്ട ചീപ്പായിട്ടുള്ള ഒരു മനുഷ്യനാണ്. എനിക്ക് നിന്നോട് ഒരു രീതിയിലുള്ള ഒരു മമതയോ സ്നേഹമോ ഒന്നുമില്ല എന്ന് അനീഷ് പറയുന്നുണ്ട്. ഞാൻ തനിച്ചിരിക്കുന്ന സമയത്ത് നിന്റെ മൂഡിനനുസരിച്ച് നീ കുശലം പറയുന്നതും പിന്നെ സ്നേഹം കാണിക്കുന്നതും ഒക്കെ ചെയ്യുന്നത് എന്താണ് അനീഷെ അപ്പം എന്ന് ഷാനവാസ് ചോദിക്കുന്നുണ്ട്. നീ എന്താണ് ഷാനവാസ് സ്നേഹം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് അനീഷ് ചോദിക്കുന്നു. ഭവ്യതയോടുകൂടി സ്നേഹത്തോടുകൂടി ദുഃഖത്തിലും സന്തോഷത്തിലും ഒക്കെ പങ്കുചേരുന്ന നല്ലൊരു സുഹൃത്തിന്റെ സ്നേഹമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ രണ്ടുപേരും ഒന്ന് പറയും രണ്ട് പറയും. അങ്ങനെയുള്ളൊരു ടോക്കാണ് ഇത്. കുറേ ഉണ്ട് കേട്ടോ. 2 ഗ്രോൺ മെൻ, ഏർലി 40s രണ്ട് പുരുഷന്മാർ തമ്മിലുള്ള ഒരു സംഭാഷണമാണ് നിങ്ങൾ കേട്ടത്. ഒരു 10-15 മിനിറ്റോളം ഉണ്ടായിരുന്നു ലൈവിന്. അതിങ്ങനെ രസിച്ചിരുന്ന് കാണാൻ പറ്റിയ ഒരു കോൺവെർസേഷൻ ആണ്. തെറ്റായിട്ടൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ജസ്റ്റ് പ്യുവർ ഫ്രണ്ട്ഷിപ്പ്. എനിക്കിത് കണ്ടപ്പോൾ ചിരി വന്നിട്ട് നിർത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രത്തോളം ഉണ്ട് രണ്ടുപേരും തമ്മിലുള്ള ഈ ഒരു ടോം ആൻഡ് ജെറി പരിപാടി. ഇന്നലെ രാത്രി അവൻ എന്നോട് പറയുവാണ് സുപ്രരാത്രി എന്ന്, രാവിലെ സുപ്രഭാതം എന്ന്. 100 ആവഴേക്ക് പോയപ്പോൾ ഷാനവാസ് പറയുവാണ് അനീഷിന്റെ ട്രോളുമാണ്, ഇവിടുന്നാണ് സുപ്രൂട്ടം വിളി കുറെ കൂടി ശക്തമാവുന്നതെന്ന്. ജിസേൽ ഇതിനിടയ്ക്ക് വന്നിട്ട് രണ്ടുപേരും ബ്ലാക്ക് ആണല്ലോ ഇട്ടിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. നൂറയും ഇങ്ങനെ ഈ രീതിയിൽ ട്രോളുന്നുണ്ട്. സുപ്രൂട്ട എന്ന് വിളിച്ചിട്ട് അനീഷിനെ വട്ടാക്കിയിട്ട് നൂറ പോകുന്നുണ്ട്. അനീഷിന്റെ ബോധ്യങ്ങളെല്ലാം തെറ്റാണെന്ന് ഉള്ളത് ആണ് ഞങ്ങളുടെ ബോധ്യമെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് ഷാനവാസ് ഇങ്ങനെ നിർത്തി അങ്ങ് വട്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം പറയുന്നത്, നിന്റെ വിക്ടിം കാർഡ് അനുവദിച്ച് തരുന്നില്ല എന്നുള്ളതായിരുന്നു എന്റെ ബുദ്ധി, എന്റെ ഗെയിം അതായിരുന്നു. നിന്റെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി പൊളിക്കാനായിട്ടാണ് നിന്നെ കിച്ചണിലേക്ക് ഇട്ട് കിച്ചൺ ക്യാപ്റ്റൻ ആക്കിയത് എന്ന് ഷാനവാസ് പറയുന്നുണ്ട്. ഇതിനകത്ത് ഗെയിം ഉണ്ടെങ്കിലും തിരിച്ച് ടോം ആൻഡ് ജെറി ട്രാക്കിലേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട്, ഫൺ മൂഡിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ഒരു കാര്യം എനിക്ക് ശരിക്കും അത്ഭുതമായത്, അനീഷാണ് ഷാനവാസിന് എല്ലാ ദിവസവും മരുന്നെടുത്ത് കൊടുക്കുന്നതെന്ന് ഷാനവാസ് തന്നെ പറയുന്നുണ്ട്. അപ്പൊ അനീഷ് പറഞ്ഞത് എല്ലാവർക്കും ഞാൻ മരുന്നെടുത്ത് കൊടുക്കാറുണ്ട്, മരത്തലയാന്നോ അങ്ങനെ എന്തോ വിളിക്കുന്നുണ്ട്. മ്യൂട്ട് ചെയ്തിട്ടാണ് കേൾപ്പിച്ചത്. ഇത് കഴിഞ്ഞിട്ട് അനീഷ് എന്തോ ഒരു കാര്യം പറഞ്ഞത്, പ്രകൃതംന്നോ അങ്ങനെ എന്തോ പറയുന്നതിന് പകരം പ്രകൃതി എന്ന് അനീഷ് പറയുന്നുണ്ട്. ക്യാരക്ടർ എന്നങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ ഷാനവാസിന്റെ അടുത്ത് അങ്ങനെ ഒരു ചെറിയ അബദ്ധം പറഞ്ഞതും ഷാനവാസ് എടോ മലയാളം ഭാഷ എന്ന് പറഞ്ഞിട്ട് അനീഷിനെ എടുത്തിട്ട് കൊടയുന്നുണ്ട്. എന്നിട്ട് കാലെടുത്ത് അനീഷിന്റെ കാലിന്റെ മേലൊക്കെ വെച്ച് ആകെ കോമഡി ആയിരുന്നു ലൈവിനകത്ത്. ഇവര് ഒരു രസമാണ് കേട്ടോ. ഈ സീസണിൽ ആകെ രസമുള്ള എന്റർടൈനിങ് ആയിട്ട് ഫീൽ ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന് അനീഷ് ഷാനവാസ് ഈ ഒരു കോംബോയും പിന്നെ നെവിന്റെ ചില ഉടായ്പകളും മാൻഡ്രസംസും പരിപാടികളും ഒക്കെയാണ്. ഈ 3 പേരില്ലായിരുന്നുണ്ടെങ്കിൽ സീസൺ 7 എന്തായനെന്ന് അറിയത്തില്ല. പ്രത്യേകിച്ച് അനീഷ് ഷാനവാസ് ഇവരൊരു വൈബാണ്. അനീഷിനോട് എത്രത്തോളം ഷാനവാസ് അടുക്കാൻ ശ്രമിക്കുന്നു അനീഷ് അത്രയും ഡിറ്റാച്ച്ഡ് ആവാനായിട്ട് ശ്രമിക്കും. പക്ഷെ അനീഷിനെ കൊണ്ട് അതിനാവില്ല. കാരണം ഷാനവാസ് നല്ലൊരു സുഹൃത്താണെന്നും ആ ഒരു എന്താ പറയാ റാപ്പോ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നും അനീഷ് നന്നായിട്ട് അറിയാം. ഗെയിമിനെ ബാധിക്കരുത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അനീഷ് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നത് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഇവരുടെ ഫ്രണ്ട്ഷിപ്പിന് ഒരു രീതിയിലുള്ള ബൗണ്ടറീസും ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ കാണുന്നില്ല. നല്ല രീതിയിൽ തന്നെ ഫ്രണ്ട്സ് ആവാൻ സാധ്യതയുള്ള 2 പേരായിരുന്നു. അപ്പൊ ഗെയിമിനെ ബാധിക്കരുത് എന്നുള്ളൊരു കാര്യമാണ്. ഷാനവാസിന്റെ ഗെയിമിനെ അനീഷും അനീഷിന്റെ ഗെയിമിനെ ഷാനവാസും ബാധിക്കരുത് എന്നുള്ളൊരു കാര്യം കൊണ്ടാണ് അനീഷ് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഇതായിരുന്നു ഇന്ന് രാവിലെ നടന്ന ഈ ഒരു സുപ്രൂട്ടൻ പരിപാടി. വൻ എന്റർടൈനിങ് ആയിരുന്നു. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.